ഹായ് ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് നല്ലൊരു സുവർണ അവസരമാണ് PSC കൊണ്ടുവന്നിരിക്കുന്നത്. 2025-26 എന്ന് പറയുന്നത് ഒരുപാട് എക്സാമുകളുടെ കാലഘട്ടമാണ്. ബെവ്കോ LDC, അതുപോലെ തന്നെ VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് LGS, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, പിന്നീട് LP UP ഒക്കെ പിന്നെ അങ്ങോട്ട് അതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പൊ പഠിച്ചു തുടങ്ങിയവര് എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. ഓക്കെ ആണേ. അപ്പൊ നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഫ്രണ്ട്സ് കമ്പൈൻഡ് സ്റ്റഡിയിലൂടെ. അപ്പൊ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് ഏത് PSCയുടെ ഏത് എക്സാം ആയിക്കോട്ടെ, കേറ്ററ്റ് എക്സാം ആയിക്കോട്ടെ, ഇതിനെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഭരണഘടനയെ പറ്റി പറയുമ്പോൾ കുറച്ച് വൈഡ് ആയിട്ടുള്ളതാണ്, എന്നാൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പഠിച്ച് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്ത ഒരു സംഭവം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. എന്താണ് ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ? ഒരു ജനാധിപത്യ രാജ്യത്തിലെ അടിസ്ഥാന നിയമാവലിയാണ് അല്ലെങ്കിൽ നിയമസംഹിതയാണെന്ന് പറയുന്നത് ഭരണഘടന. ഓക്കെ, അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്തിലെ അടിസ്ഥാന നിയമാവലി അല്ലെങ്കിൽ നിയമസംഹിത ഏതാണെന്ന് ചോദിച്ചാൽ ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത് കോൺസ്റ്റിറ്റ്യൂവർ എന്ന് പറയുന്ന, എന്ന് വെച്ചാൽ ടു എസ്റ്റാബ്ലിഷ് എന്നാണ് അതിന്റെ അർത്ഥം. കോൺസ്റ്റിറ്റ്യൂവർ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. ഓക്കെ, അപ്പൊ ഭരണഘടനയെ നമുക്ക് രണ്ടായിട്ട് പറയാം. ലിഖിത ഭരണഘടന അല്ലെങ്കിൽ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും അലിഖിത ഭരണഘടന അല്ലെങ്കിൽ അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും പറയാം. എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതും, ഇത് രണ്ട് ഭരണഘടനയാണ്. ഓക്കെ, അപ്പോൾ ലിഖിത ഭരണഘടനയിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടുന്ന ഒരു പേരാണ് അമേരിക്കൻ ഭരണഘടന. എന്തുകൊണ്ടെന്നാല് ആദ്യത്തെ ലിഖിത ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ഏതാണെന്ന് ചോദിച്ചാൽ അമേരിക്കൻ ഭരണഘടനയാണ്. വർഷം ഓർത്തിരിക്കണം, 1789, 1789, 1789. ഓക്കെ, അതാണ് ആദ്യത്തെ ലിഖിത ഭരണഘടന, അമേരിക്കൻ ഭരണഘടന. ബിൽ ഓഫ് റൈറ്റ്സ് എന്നറിയപ്പെടുന്ന ഭരണഘടന ഏതാണെന്ന് ചോദിച്ചാൽ അതും അമേരിക്കൻ ഭരണഘടനയാണ്, ബിൽ ഓഫ് റൈറ്റ്സ്. ഈ അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ആരാണ്? ജെയിംസ് മാഡിസൺ. ഓക്കെ, അപ്പൊ അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി ജെയിംസ് മാഡിസൺ. അപ്പൊ അതുപോലെ തന്നെ അപ്പൊ ആദ്യത്തെ ലിഖിത ഭരണഘടന ആയതുകൊണ്ട് തന്നെ കുറച്ചേ എഴുതിയുള്ളൂ കേട്ടോ. അപ്പൊ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടന അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഭരണഘടന ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? അമേരിക്കൻ ഭരണഘടനയാണ്. അതിനകത്ത് 7 ആർട്ടിക്കിളുകൾ മാത്രമേ ഉള്ളൂ, 7 ആർട്ടിക്കിളുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടന ഏതാണ്? അമേരിക്കൻ ഭരണഘടനയാണ്. അപ്പോൾ ഏറ്റവും വലുത് ഏതായിരിക്കും? ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഏതാണ്? അത് നമ്മുടേതാണ്, ഇന്ത്യൻ ഭരണഘടന. ഓക്കെ, അപ്പൊ ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടന അമേരിക്കക്കാരുടേതും ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയാണ്. ഓക്കെ, അതുപോലെ നമ്മൾ പറഞ്ഞു അലിഖിത ഭരണഘടന അല്ലെങ്കിൽ അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള രാജ്യങ്ങളും ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഇസ്രായേൽ, ബ്രിട്ടൻ മുതലായവ അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അലിഖിത ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങളാണ്. ഓക്കെ, അതുപോലെ തന്നെ ഭരണഘടന എന്ന ആശയം ആദ്യമായി ഉടലെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് രാജ്യത്ത് നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. ഓക്കെ, നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ജനാധിപത്യ രാജ്യവും ഏതു തന്നെയാണ്? ബ്രിട്ടനാണ്. അപ്പൊ നിലവിലുള്ളതിൽ വെച്ച് ഈ ഒരു വാക്ക് നമ്മൾ ഓർത്തിരിക്കുക. നിലവിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ജനാധിപത്യ രാജ്യം ബ്രിട്ടൻ. അപ്പൊ ജനാധിപത്യ രാജ്യങ്ങളെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിച്ചാലോ. ജനാധിപത്യം, ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യം എന്താണ്? നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ജനാധിപത്യ രാജ്യം ഏതാണ്? ഏതാണ്? നിലവിലുള്ളതിൽ ഏറ്റവും പഴക്കം ചെന്നത് ബ്രിട്ടനാണ്. എന്നാൽ ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ചോദിച്ചാൽ അത് ബ്രിട്ടൻ അല്ല, അത് ഗ്രീസ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഗ്രീസിനെ അറിയപ്പെടുന്നത് എന്തെന്നാണ്? ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നു. അപ്പൊ ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ ഏതാണ്? ഗ്രീസ്. അങ്ങ് മനസ്സിൽ ഉറപ്പിച്ചോ. ആദ്യമായിട്ട് ജനാധിപത്യ ഉടലെടുത്ത രാജ്യം ഏതാണ്? ഗ്രീസ് ആണ്. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ ഗ്രീസ് ആണ്. ഓക്കെ, നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ജനാധിപത്യ രാജ്യം ബ്രിട്ടൻ ആണ്.
അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പറയുന്നതാണ് ആധുനിക ജനാധിപത്യത്തിന്റെ നാട് എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ബ്രിട്ടനാണ്. അപ്പൊ ആധുനിക ജനാധിപത്യത്തിന്റെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആധുനികം ബ്രിട്ടനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി എഴുതിക്കോ, നമ്മുടെ രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യവും ഏത് തന്നെയാണ്? നമ്മുടേതാണ്, ഇന്ത്യ തന്നെയാണ്. ഇനി അടുത്തതോ, പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം, ഹോം ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി, പ്രത്യക്ഷ ജനാധിപത്യം. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലാൻഡ് ആണ്. അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം, ഡയറക്റ്റ് ഡെമോക്രസി ഇപ്പോഴും നിലവിലുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ സ്വിറ്റ്സർലൻഡ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഓർത്തിരിക്കാനുള്ളത്, ലോകത്തിൽ ആദ്യമായി ഒരു നിയമാവലി തയ്യാറാക്കിയ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാബിലോണിയയിലെ ഭരണാധികാരിയായിട്ടുള്ള ഹമ്മുറാബിയാണ്. ഹമ്മുറാബിസ് കോഡ് എന്നാണ് ആ നിയമാവലി അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ നിയമമായിരുന്നു കണ്ണിന് കണ്ണ് പല്ലിന് പല്ല്. ഓക്കെ, എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു നിയമാവലി തയ്യാറാക്കിയത് ആരാണ്? മനു. അദ്ദേഹത്തിന്റെ ആ നിയമാവലിയുടെ പേരാണ് മനുസ്മൃതി. ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടന രൂപം കൊള്ളാൻ കാരണമായ ചില നിയമങ്ങളുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് റെഗുലേറ്റിംഗ് ആക്ട്. 1773 റെഗുലേറ്റിംഗ് ആക്ട്. ഇത് ഓരോന്നും നമ്മൾ വിശദമായിട്ട് പഠിക്കും, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പിറ്റ്സ് ഇന്ത്യ നിയമം 1784 നിലവിൽ വന്നത്. അതുപോലെ തന്നെ ക്യൂൺസ് പ്രൊക്ലമേഷൻ, രാജ്ഞിയുടെ വിളംബരം 1858 അടുത്തത് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909. അടുത്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. അതുപോലെ തന്നെ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് കൂടെ ഉണ്ട് 1935. ഓഗസ്റ്റ് ഓഫർ 1940. ക്രിപ്സ് മിഷൻ 1942. വേവൽ പ്ലാൻ 1945. ക്യാബിനറ്റ് മിഷൻ 1946. ഇടക്കാല ഗവൺമെന്റ് 1946 തന്നെയാണ്. ആറ്റ്ലി പ്രഖ്യാപനം 1947. മൗണ്ട് ബാറ്റൺ പദ്ധതി 1947. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഇത്രയുമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന രൂപം കൊള്ളാൻ കാരണമായ ചില നിയമങ്ങൾ. ഓക്കെ, അപ്പൊ അത് ഓരോന്നും നമുക്ക് വിശദമായിട്ട് നോക്കിയാലോ.